ഇതിനിടെ ലൈംഗികാരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്ക് വീണ്ടും കുരുക്ക്. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിലെ വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യും. ശനിയാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകി. അന്വേഷണം ഊർജിതമാക്കിയത് പ്രതികളുടെ ശബ്ദരേഖയിൽ രാഹുലിന്റെ പേര് ഉൾപ്പെട്ടതോടെയാണ്. ഇതിനിടെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തിനായി പിടിമുറുക്കുകയാണ് എ ഗ്രൂപ്പ്. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഷഫീദ്, നേരത്തെ ഈ ആരോപണം കത്തി നിൽക്കുന്ന ഘട്ടത്തിലും പിന്നീട് അത് വളരുന്ന ഘട്ടത്തിലുമൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിശദീകരണം നമ്മൾ ആവർത്തിച്ച് കേട്ടിട്ടുള്ളതാണ്. ഇത്രയൊക്കെ അന്വേഷണം നടത്തിയിട്ടും എനിക്കെതിരെ ഒരു FIR രജിസ്റ്റർ ചെയ്യാനെങ്കിലും നിങ്ങളെ കൊണ്ട് കഴിഞ്ഞു, എന്തെങ്കിലും തെളിവുകൾ ശേഖരിക്കാൻ കഴിഞ്ഞോ എന്നുള്ളതായിരുന്നു ചോദ്യം. ഇപ്പോൾ പക്ഷേ സാഹചര്യം അതല്ല എന്ന് അന്വേഷണ സംഘം വിലയിരുത്തുന്നുണ്ടോ? ഈ പ്രതികളുടെ ശബ്ദരേഖ ഇതിൽ എത്രത്തോളം നിർണായകമായി മാറുമെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്? അവരുടെ നീക്കങ്ങൾ എങ്ങനെയായിരിക്കും ഷഫീദ്? പ്രജിത്ത്, രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായത് മുതൽ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ തലവേദനകളിലൊന്നാണ് ഈ വ്യാജ തിരിച്ചറിയൽ രേഖ കേസും വിവാദങ്ങളും. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാർഡ് വ്യാജമായി ഉണ്ടാക്കിയെന്നായിരുന്നു കേസ്. ഇതിൽ ക്രൈംബ്രാഞ്ച് സംഘം രാഹുലിനെ വീണ്ടും ചോദ്യം ചെയ്യുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേസിന്റെ തുടക്കത്തിൽ അന്ന് ഈ കേസ് അന്വേഷിച്ചിരുന്ന മ്യൂസിയം പോലീസ് രാഹുലിനെ ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ കാര്യമായ തെളിവൊന്നും ലഭിക്കാത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തെ പ്രതി ചേർത്തില്ല. പിന്നീട് കേസേറ്റെടുത്ത ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണമാണ് വീണ്ടും രാഹുലിലേക്ക് നീളുന്നത്. രാഹുലിന്റെ സന്തത സഹചാരിയായ ഫെനി നൈന ഉൾപ്പെടെ 4 വിശ്വസ്തരും വ്യാജ കാർഡ് ഉണ്ടാക്കാനുള്ള ആപ്ലിക്കേഷൻ തയ്യാറാക്കിയ കാസർകോട്ടെ യൂത്ത് കോൺഗ്രസ് നേതാവ് ജെയ്സനുമടക്കം 6 പേരാണ് ഈ കേസിലെ പ്രതികൾ. പ്രതികളുടെ മൊബൈൽ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. അങ്ങനെ വിധേയമാക്കി അതിന്റെ റിസൾട്ട് കിട്ടിയപ്പോഴാണ് ഈ കേസിലെ 3ാം പ്രതിയായിട്ടുള്ള അഭിനന്ദ് വിക്രം രാഹുലിന്റെ പേര് പറയുന്നത്. വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള സംഭാഷണത്തിനിടയിലാണ് ഇങ്ങനൊരു പേര്, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് വരുന്നത്. ഇത് കേന്ദ്രീകരിച്ചുള്ള ചോദ്യം ചെയ്യലിനാണ് ശനിയാഴ്ച ക്രൈംബ്രാഞ്ച് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് നോട്ടീസ് അയച്ചത്. ചോദ്യം ചെയ്യലിന് ശേഷം തെളിവ് ലഭിച്ചാൽ മാത്രം രാഹുലിനെ പ്രതി ചേർക്കും, ഇല്ലെങ്കിൽ സാക്ഷിയാക്കി കുറ്റപത്രം നൽകാനാണ് നിലവിൽ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ആലോചിക്കുന്ന കാര്യം. ശ്രീജിത്ത്. ശരി, ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.